അല്ലു അർജുന്റെയും വിജയുടെയും ഒക്കെ സിനിമകൾ മലയാളത്തിൽ ഡബ്ബ് ചെയ്തും അല്ലാതെയും ഒക്കെ റിലീസ് ചെയ്ത് വളരെ വലിയ സക്സസ് ആക്കുകയും അവർക്ക് മലയാളം നടന്മാരോളം തന്നെ ഫാൻ ബേസ് ഉണ്ടാവുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടില്ലേ എന്തുകൊണ്ടാണ് മലയാള നടന്മാർക്ക് ഇത്തരത്തിൽ തമിഴിലോ തെലുങ്കിലോ ഒക്കെ സിനിമ ഡബ്ബ് ചെയ്ത് അത്രത്തോളം സക്സസ് ആക്കാൻ സാധിക്കാത്തത് അല്ലെങ്കിൽ അത്രത്തോളം ഫാൻ ബേസ് ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്നുള്ളത്. പക്ഷേ അങ്ങനെ ഒരു നടനുണ്ടായിരുന്നു. 1990കളിൽ തെലുങ്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ മലയാളത്തിൽ നിന്നും തന്റെ സിനിമകൾ ഡബ്ബ് ചെയ്ത് വളരെ വലിയ വിജയങ്ങൾ ഉണ്ടാക്കുകയും വലിയ ഫാൻ ബേസ് ഉണ്ടാക്കുകയും ചെയ്ത് എന്തിനേറെ പറഞ്ഞ തെലുങ്ക് ഓഡിയൻസ് സുപ്രീം സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ വരെ കൊടുത്ത ഒരു നടൻ ഉണ്ടായിരുന്നു മലയാളത്തിൽ. ഹീസ് വൺ ആൻഡ് ഓൺലി സുരേഷ് ഗോപി. ഓർമ്മയുണ്ടോ ഈ മുഖം? അല്ലു അർജുന് മലയാളികൾക്കിടയിൽ കിട്ടിയ സ്വീകാര്യത പോലെ തന്നെ 90കളിൽ സുരേഷ് ഗോപിക്ക് തെലുങ്ക് ഓഡിയൻസിനിടയിൽ വളരെ വലിയ ഒരു ഫാൻ ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ ആക്ഷൻ ത്രില്ലർ സിനിമകൾ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിലും വലിയ തരംഗമായിരുന്നു. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിൽ 1994 ഇറങ്ങിയ കമ്മീഷണർ കേരളത്തിൽ സൂപ്പർ ഹിറ്റായതിനു ശേഷം തമിഴിലോട്ടും തെലുങ്കിലോട്ടും ഡബ്ബ് ചെയ്തു. ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ വരെ അമ്പരപ്പിച്ചുകൊണ്ട് തെലുങ്കു ഡബ്ഡ് വേർഷനായ പോലീസ് കമ്മീഷണർ എന്ന് പറയുന്ന പേരിട്ട സിനിമ 100 ദിവസത്തിനു മുകളിൽ തിയേറ്ററിൽ ഓടുകയും സൂപ്പർ ഹിറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ആന്ധ്രാപ്രദേശിൽ മലയാളി നടനായ സുരേഷ് ഗോപിയുടെ സ്റ്റാർഡത്തിന് തുടക്കം കുറിച്ചു. തമിഴിലും സിനിമ ഹിറ്റായിരുന്നു. കമ്മീഷണറുടെ സക്സസിന് ശേഷം അതിനു മുൻപേ മലയാളത്തിൽ റിലീസായ ഏകലവ്യൻ എന്ന് പറയുന്ന സിനിമയും തെലുങ്കിലും തമിഴിലും റിലീസ് ചെയ്ത് ഡബ് ചെയ്തിട്ട് CBI ഓഫീസർ എന്ന പേരിൽ ആ സിനിമ സുരേഷ് ഗോപിക്ക് ആന്ധ്രാപ്രദേശിൽ സുപ്രീം സ്റ്റാർ എന്ന് പറയുന്ന ടൈറ്റിൽ വരെ കൊടുത്തു. മാഫിയ എന്ന് പറയുന്ന സിനിമയുടെ ടിക്കറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് തിയേറ്ററുകളിൽ വൻ തിരക്കുണ്ടാവുന്നു. അന്ന് സുരേഷ് ഗോപിക്ക് തെലുങ്കിൽ ഡബ്ബ് ചെയ്തിരുന്നത് കന്നഡ തെലുങ്കു ആക്ടറായിരുന്ന സായ് കുമാർ എന്ന് പറയുന്നൊരു നടനായിരുന്നു. മലയാളത്തിലെ ജിസ് ജോയി അല്ലു അർജുനെ ഡബ്ബ് ചെയ്യുന്നത് പോലെ അതൊരു പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. അതുപോലെ തന്നെ സായ് കുമാറിന്റെ ശബ്ദം സുരേഷ് ഗോപിക്കും പെർഫെക്റ്റ് മാച്ച് ആയിരുന്നു. തക്ഷശില എന്ന് പറയുന്ന സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ അതിന്റെ തമിഴ് തെലുങ്കു റൈറ്റ്സ് വിറ്റുപോയത് അന്ന് വളരെ വലിയ വാർത്തകളായിരുന്നു. ന്യൂഡൽഹി എന്ന പേരിൽ കാശ്മീരവും ഹൈവേ എന്ന് പറയുന്ന സിനിമയും എല്ലാം തന്നെ ബ്ലോക്ക് ബസ്റ്റർ ആയിരുന്നു. അതിനുശേഷം സുരേഷ് ഗോപി സൈഡ് ആക്ടറായിട്ട് അഭിനയിച്ച സിനിമകൾ വരെ തെലുങ്കിലോട്ടും തമിഴിലോട്ടും ഒക്കെ ഡബ്ബ് ചെയ്യാൻ തുടങ്ങി. കേരളത്തിൽ നിന്നുമുള്ള ഒരു മലയാളി ആക്ടർ കമൽഹാസൻ, രജനീകാന്ത്, ചിരഞ്ജീവി, നാഗാർജുന തുടങ്ങിയവരുടെ കൂട്ടത്തിൽ പാൻ സൗത്ത് ഇന്ത്യൻ അപ്പീലുള്ള ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറി. ഡൽഹി ഡയറീസ് എന്ന പേരിൽ യുവ തുർക്കി എന്ന് പറയുന്ന മൂവി അമിതാഭ് ബച്ചന്റെ ABCL ആണ് പ്രൊഡ്യൂസ് ചെയ്തത്. സുരേഷ് ഗോപിയുടെ ഏറ്റവും വലിയ ആക്ഷൻ മൂവി ആയിരുന്നു അത്. ഈ സിനിമ മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിൽ ഒരേ സമയം റിലീസായ സിനിമയായിരുന്നു. പക്ഷെ ലേലത്തിന്റെ തമിഴ് തെലുങ്കു വേർഷൻ അത്രത്തോളം സക്സസ് ആയില്ല. എന്നാൽ FIR-ഉം നരിമാനും ഹിറ്റായി. ഇതേ സമയത്താണ് തെലുങ്കു ഫിലിം ഓർഗനൈസേഷൻ ഇത്തരത്തിലുള്ള ഡബ്ഡ് മൂവീസിനെ അൺഒഫീഷ്യലി ബാൻ ചെയ്യുന്നത്. അവരുടെ ലോക്കൽ ടാലൻസിന് അവസരങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതും അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കൂടുതലായിട്ട് ഇതിനിടയിൽ പൈസ ഉണ്ടാക്കുന്നു തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ഡബ്ഡ് ആയിട്ടുള്ള മൂവീസിന് അൺഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ബാന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 1990കളിൽ മലയാളത്തിലും തെലുങ്കിലും എല്ലാം സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുരേഷ് ഗോപി ഇന്ന് പൊളിറ്റിക്സിലും സോഷ്യൽ മീഡിയ ട്രോൾസിലും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. സുരേഷ് ഗോപിയുടെ ഒരു മുഴുവൻ ജീവചരിത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താ സംഭവം? പറ കേക്കട്ടെ. 1958 ആലപ്പുഴയിലാണ് സുരേഷ് ഗോപി ജനിക്കുന്നത്. 1965 P. കേശവദേവിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഓടയിൽ നിന്നും എന്ന് പറയുന്ന മലയാള നോവലിനെ ആസ്പദമാക്കിയിട്ട് അതേ പേരിൽ തന്നെ എടുത്ത സത്യനും പ്രേം നസീറും ഒക്കെ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിച്ച സിനിമയിൽ ഒരു ജന്മിയുടെ മകനായിട്ടാണ് സുരേഷ് ഗോപി സിനിമയിൽ അരങ്ങേറുന്നത്. അന്ന് 6 വയസ്സായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രായം. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 1986 നിറമുള്ള രാവുകൾ എന്ന സിനിമയും TP ബാലഗോപാലൻ MA എന്ന് പറയുന്ന സിനിമയിലും ഒക്കെ ചെറിയ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് സുരേഷ് ഗോപി മലയാള സിനിമയിലേക്ക് വീണ്ടും കടന്നു വന്നത്. 1986 അരങ്ങേറ്റ വർഷത്തിൽ തന്നെ 10 സിനിമകൾ സുരേഷ് ഗോപി ചെയ്തു. യുവജനോത്സവം, രാജാവിന്റെ മകൻ തുടങ്ങിയ സിനിമകളൊക്കെ അതിൽ പെടും. 1987 20ാം നൂറ്റാണ്ടിലെ വില്ലൻ വേഷം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടുള്ള ഒരു സിനിമയാണ്. ശേഖരൻകുട്ടി എന്ന് പറയുന്ന കഥാപാത്രത്തെയാണ് 20ാം നൂറ്റാണ്ടിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ചത്. മോഹൻലാലിന്റെ കൂടെ തന്നെ ഉള്ള ഒരു റോള് കൂടിയായിരുന്നു അത്. ആ വർഷം തന്നെ മമ്മൂട്ടിയുടെ ന്യൂഡൽഹിയിലും അഭിനയിച്ചു. ഇത്തരത്തിൽ 1980ന്റെ അവസാനങ്ങളിലും 90കളുടെ തുടക്കങ്ങളിലൊക്കെ വില്ലൻ വേഷങ്ങളിലൂടെയും സപ്പോർട്ടിംഗ് റോൾസുകളിലൂടെയുമാണ് സുരേഷ് ഗോപി തിളങ്ങാൻ തുടങ്ങിയത്. 1988 ഒരു CBI ഡയറി കുറിപ്പിൽ വളരെ പ്രാധാന്യമുള്ള മമ്മൂട്ടിയുടെ കൂടെ തന്നെയുള്ള ഒരു ഓഫീസറുടെ വേഷം ചെയ്ത സുരേഷ് ഗോപി അതേ വർഷം തന്നെ മനു അങ്കിൾ എന്ന് പറയുന്ന സിനിമയിലെ കോമിക് ആയിട്ടുള്ള കഥാപാത്രമായ മിന്നൽ പ്രതാപൻ എന്ന് പറയുന്ന SI കഥാപാത്രവും ചെയ്തു. അതും അന്നും ഇന്നും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കൾട്ട് ക്ലാസിക് കഥാപാത്രമായിട്ട് മാറി. 1989 ചെയ്ത സിനിമകളിൽ ദൗത്യം, ഇന്നലെ, ഒരു വടക്കൻ വീരകഥ, നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം, നായർ
നായർ സാബ്, അധിപൻ തുടങ്ങിയ സിനിമകൾ ശ്രദ്ധിക്കപ്പെട്ടു. ഇതിൽ പത്മരാജന്റെ ഇന്നലെയിലെ ഡോക്ടർ നരേന്ദ്രൻ പുള്ളിയുടെ ആദ്യകാല സിനിമാ ജീവിതത്തിലെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു വടക്കൻ വീരഗാഥയിൽ ആരോമൽ ചേകവരായിട്ടാണ് സുരേഷ് ഗോപി അഭിനയിച്ചത്. അതും പുള്ളിയുടെ കരിയർ സ്റ്റാർട്ടിങ്ങിലെ ബെസ്റ്റ് പെർഫോമൻസുകളിൽ ഒന്നായിട്ട് മാറി. മറ്റൊരു കോമിക് കാമിയോ റോളായിരുന്നു നഗരങ്ങളിൽ ചെന്ന് രാപ്പാർക്കാം എന്ന് പറയുന്ന സിനിമയിലെ ക്രിസ്റ്റഫർ ലൂക്ക് എന്ന് പറയുന്ന പ്രൊഫഷണൽ കില്ലർ. അതും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു. 1990-ൽ 13ഓളം സിനിമകൾ ചെയ്തു. മിണ്ടാപ്പൂച്ചയ്ക്ക് കല്യാണം, ഇൻ ഹരിഹർ നഗർ തുടങ്ങിയവയൊക്കെ അതിൽപ്പെടുന്ന സിനിമകളാണ്. ഇൻ ഹരിഹർ നഗറിലെ സേതുമാധവൻ ഇന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. 1992 മുതൽ 96 വരെയുള്ള കാലഘട്ടത്തിലാണ് സുരേഷ് ഗോപിക്ക് കരിയർ വലിയൊരു ബ്രേക്ക് ത്രൂ കിട്ടുന്നതും സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഒരു ലെവലിലോട്ടൊക്കെ ഉയരുന്നതും. ഏകദേശം 80ഓളം സിനിമകൾ അഭിനയിച്ചതിന് ശേഷമാണ് ആ ഒരു ലെവലിലോട്ട് സുരേഷ് ഗോപി ഉയർന്നത്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടില് 1992-ൽ പുറത്തിറങ്ങിയിട്ടുള്ള തലസ്ഥാനം എന്ന് പറയുന്ന സിനിമയാണ് സുരേഷ് ഗോപിക്ക് വളരെ വലിയൊരു ബ്രേക്ക് നൽകിയത്. 1993-ൽ ഇതേ കൂട്ടുകെട്ടിൽ തന്നെ പുറത്തിറങ്ങിയ ഏകലവ്യൻ സുരേഷ് ഗോപി എന്ന താരത്തെ ഒരു ബാങ്കബിൾ സ്റ്റാർ ആക്കിയിട്ട് മാറ്റി. ഏകലവ്യൻ ബോക്സ് ഓഫീസിൽ വൻ വിജയമാവുകയും 150 ദിവസത്തിൽ കൂടുതൽ തിയേറ്ററിൽ ഓടുകയും ചെയ്തിട്ടുള്ള സിനിമയായിട്ട് മാറി. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കോംബോയിൽ കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള പോലീസ്, ആർമി ഓഫീസർ, ആക്ഷൻ ത്രില്ലർ മൂവീസ് എല്ലാം തന്നെ സുരേഷ് ഗോപിക്ക് വലിയ വിജയങ്ങൾ സമ്മാനിക്കുകയും ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർഡത്തിലോട്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ള സിനിമകളാണ്. 1993-ൽ തന്നെ പുറത്തിറങ്ങിയ മാഫിയയും ബോക്സ് ഓഫീസിൽ വൻ വിജയമായിട്ട് മാറി. അതേ വർഷം തന്നെ മലയാളത്തിലെ വൺ ഓഫ് ദ ക്ലാസിക് മൂവിയായ മണിച്ചിത്രത്താഴിലെ നകുലൻ എന്ന് പറയുന്ന എവർഗ്രീൻ റോളും സുരേഷ് ഗോപി അവിസ്മരണീയമാക്കിയിട്ടുള്ള കഥാപാത്രങ്ങളിൽ ഒന്നാണ്. 1994-ൽ NSJ കമാൻഡോ ആയി എത്തിയ കാശ്മീരം ആണ് അടുത്ത ഹിറ്റ് സിനിമ. ആ വർഷം തന്നെയാണ് സുരേഷ് ഗോപിയുടെ വൺ ഓഫ് ദ ബെസ്റ്റ് കഥാപാത്രമായുള്ള ഭരത്ചന്ദ്രൻ IPS പിറക്കുന്നത്. അടുത്ത ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ ചിത്രം കമ്മീഷണറിലൂടെയാണ് സുരേഷ് ഗോപി തെലുങ്കിലോട്ടും തന്റെ സൂപ്പർ സ്റ്റാർഡം വ്യാപിപ്പിക്കുന്നത്. 1995-ൽ ഇറങ്ങിയിട്ടുള്ള ഹൈവേയിൽ ഒരു റോ ഓഫീസറായിട്ടാണ് സുരേഷ് ഗോപി അഭിനയിച്ചത്. ഈ സിനിമ 100 ഡേയ്സിൽ കൂടുതൽ തിയേറ്ററിലോട് ഒരു പടം കൂടിയാണ്. 1996-ൽ ഇറങ്ങിയിട്ടുള്ള യുവതുർക്കി പ്രതീക്ഷിച്ചത്ര വിജയമായില്ല. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായിട്ട് എത്തിയിട്ടുള്ള രജപുത്രൻ എന്ന് പറയുന്ന സിനിമ ആ വർഷത്തിലെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ ഒന്നായിട്ട് മാറി. ഈ ഒരു ജോണറിലെ സുരേഷ് ഗോപിയുടെ ഐക്കോണിക് കഥാപാത്രമായിട്ടുള്ള ആനക്കാട്ടിൽ ചാക്കോച്ചി ലേലം എന്ന സിനിമയിലൂടെ 1997-ൽ പുറത്തിറങ്ങി. ജോഷി, രഞ്ജി പണിക്കർ കോംബോയിൽ ഇറങ്ങിയ ലേലം ആ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമയായിട്ട് മാറുകയും ചെയ്തു. ഈ സിനിമകളിലൊക്കെയുള്ള പുള്ളിയുടെ പല ഡയലോഗ്സും വൻ ഹിറ്റുകളായിരുന്നു. രഞ്ജി പണിക്കർ എഴുതിയ പല ശക്തമായുള്ള പഞ്ച് ഡയലോഗും സുരേഷ് ഗോപി വളരെ ഇമ്പാക്റ്റോട് കൂടി തന്നെ സ്ക്രീനിൽ അവതരിപ്പിക്കുന്നത് നമുക്ക് കാണാം. ഓർമ്മയുണ്ടോ ഈ മുഖം? സുരേഷ് ഗോപി പടങ്ങളിലെ മോശം ഡയലോഗുകൾ കുട്ടികൾ അനുകരിക്കുന്നു എന്ന വിമർശനങ്ങളും പലരും ഉന്നയിച്ചു. ഇത് ശക്തമായപ്പോൾ അദ്ദേഹം തന്നെ തൽക്കാലം ഇത്തരത്തിലുള്ള സിനിമകളിൽ നിന്നും ചെറിയൊരു ബ്രേക്ക് എടുക്കുകയാണ് എന്ന് അറിയിച്ചു. ഈ വാർത്ത അറിഞ്ഞ സുരേഷ് ഗോപിയുടെ ഫാൻസ് എല്ലാം ഭയങ്കര വലിയ നിരാശരായിരുന്നു. ഈ വാർത്ത കേട്ട ഡയറക്ടർ ജയരാജ് സുരേഷ് ഗോപിയോട് ഈ തീരുമാനം സീരിയസ് ആയിട്ടാണ് പറഞ്ഞതെങ്കിൽ തന്റെ അടുത്തൊരു സ്റ്റോറി ഉണ്ട്, അപ്പൊ അത് കേൾക്കാൻ ഒന്ന് തയ്യാറാവണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ സുരേഷ് ഗോപി ഓക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് കഥ പറയൂ എന്ന് പറയുന്നു. അങ്ങനെ കഥ കേട്ട സുരേഷ് ഗോപി ഓക്കെ പറയുന്നു. ആ ഓക്കെ സുരേഷ് ഗോപിക്ക് ബെസ്റ്റ് ആക്ടർക്കുള്ള കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡും നാഷണൽ അവാർഡുമാണ് കൊടുത്തത്. ആ സിനിമയാണ് കളിയാട്ടം. കണ്ണൻ പെരുമലയൻ എന്ന് പറയുന്ന കഥാപാത്രം സുരേഷ് ഗോപിയുടെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് കഥാപാത്രമായിട്ട് മാറി. അതിനുശേഷം ചെയ്ത ഗുരുവിലെ കഥാപാത്രവും അദ്ദേഹം അസാധ്യമാക്കിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. 1998-ൽ മലയാളത്തിലെ എവർഗ്രീൻ സൂപ്പർ ഹിറ്റ് മൂവിയിൽ ഒന്നായിട്ടുള്ള സമ്മർ ഇൻ ബത്ലഹേമും റിലീസായി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ. ബത്ലഹേമിൽ ഡെന്നിസിനെ സുരേഷ് ഗോപി അവിസ്മരണീയമാക്കി. സിബി മലയിലാണ് സമ്മർ ഇൻ ബത്ലഹേം ഡയറക്ട് ചെയ്തത്. സിബി മലയിലെ തന്നെ പ്രണയവർണ്ണങ്ങളിൽ കലക്ടർ വിനയചന്ദ്രനായിട്ടും സുരേഷ് ഗോപി ആ വർഷം അഭിനയിച്ചു. 1999-ൽ താൻ മുൻപെടുത്തിട്ടുള്ള ആ തീരുമാനം താൽക്കാലികമായിട്ട് തിരിച്ചെടുക്കുകയും വീണ്ടും അത്തരത്തിലുള്ള സിനിമകളിൽ ആക്ഷൻ, പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമകളുമായിട്ട് സുരേഷ് ഗോപി തിരിച്ചു വരികയും ചെയ്തു. പത്രം എന്ന് പറയുന്ന ജോഷി സിനിമയിലൂടെ ആയിരുന്നു ആ ഒരു തിരിച്ചുവരവ്. പത്രം 275 ദിവസം തിയേറ്ററിൽ ഓടിയ സിനിമയായിട്ട് മാറി. അതേ വർഷം മറ്റൊരു ജോഷി ചിത്രം കൂടി സുരേഷ് ഗോപി ചെയ്തു, വാഴുന്നോർ. അതും കൊമേഴ്ഷ്യലി ഹിറ്റായിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി. തുടർന്ന് ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലേഴ്സ് ആയ ക്രൈം ഫയലും FIR-ഉം ചെയ്തു. ഈ രണ്ട് സിനിമകളും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമകളായിരുന്നു. 2000-ൽ മാർക്ക് ആന്റണി എന്ന് പറയുന്ന ഒരു ആക്ഷൻ ഫിലിമും കവർ സ്റ്റോറി എന്ന് പറയുന്ന ഒരു ക്രൈം ത്രില്ലറും അദ്ദേഹം ചെയ്തു. അതേ വർഷം തന്നെ തെങ്കാശിപ്പട്ടണം സുരേഷ് ഗോപി, ലാൽ, ദിലീപ് തുടങ്ങിയവർ അഭിനയിച്ച് റാഫി മക്കാട്ടിൻ ഡയറക്ട് ചെയ്ത ആക്ഷൻ കോമഡി സിനിമയായിരുന്നു. അതിലെ കണ്ണേട്ടൻ അദ്ദേഹത്തിന്റെ മറ്റൊരു സൂപ്പർ ക്യാരക്ടറായിട്ട് മാറി. തെങ്കാശിപ്പട്ടണവും 275 ദിവസം തിയേറ്ററിൽ ഓടി വൻ വിജയമായിട്ട്
സിനിമയായിട്ട് മാറി. 2001 രാജസേനന്റെ ഹൊറർ മൂവി ആയിട്ടുള്ള മേഘസന്ദേശവും കോമഡി ഡ്രാമ സുന്ദരപുരുഷനും ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ ആയിട്ടുള്ള നരിമാനുമാണ് അദ്ദേഹം ചെയ്തത്. രണ്ടാം ഭാവം എന്ന ലാൽ ജോസ് ചിത്രത്തിൽ ഡബിൾ റോളിലാണ് സുരേഷ് ഗോപി എത്തിയത്. അത് അത്ര വലിയ വിജയമായില്ല. 2003 കുഞ്ചാക്കോ ബോബനും സുരേഷ് ഗോപിയും പ്രധാന കഥാപാത്രങ്ങളായ രാജസേനന്റെ തന്നെ ഫാമിലി ഡ്രാമ സ്വപ്നം കൊണ്ട് തുലാഭാരം റിലീസായി. 2005 കമ്മീഷണർ സിനിമയുടെ സീക്വലായിട്ട് ഭരത്ചന്ദ്രൻ IPS ചെയ്തു. രഞ്ജി പണിക്കരായിരുന്നു സിനിമയുടെ ഡയറക്ഷൻ. ആ വർഷം തന്നെ ഷാജി കൈലാസ് B ഉണ്ണികൃഷ്ണൻ കൂട്ടുകെട്ടിൽ ദ ടൈഗർ എന്ന സിനിമ റിലീസായി. അതും കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയായിരുന്നു. 2006 തൊട്ട് സുരേഷ് ഗോപിയുടെ സൂപ്പർ സ്റ്റാർഡം പതിയെ പതിയെ കുറഞ്ഞു തുടങ്ങി. അദ്ദേഹത്തിന്റെ സിനിമകൾ പണ്ടത്തെ അത്ര വിജയങ്ങൾ ആവാതെ പോയി. 2006 റിലീസായിട്ടുള്ള പല സിനിമകളും പരാജയമായിട്ട് മാറി. ലങ്ക, രാഷ്ട്രം, പതാക, അശ്വരൂഢൻ, ബഡാ ദോസ്ത്, സ്മാർട്ട് സിറ്റി ഇവയാണ് ആ വർഷം പുറത്തിറങ്ങിയിട്ടുള്ള സിനിമകൾ. എന്നാൽ ആ വർഷം തന്നെ പുറത്തിറങ്ങിയിട്ടുള്ള ലീഗൽ ത്രില്ലറായ ചിന്താമണി കൊലക്കേസ് ഒരു ബ്ലോക്ക് ബസ്റ്റർ ആയിട്ട് മാറി. നിയമം കയ്യിലെടുക്കുന്ന ഒരു സൈക്കോട്ടിക് ലോയറുടെ കഥാപാത്രമാണ് ചിന്താമണി കൊലക്കേസിൽ സുരേഷ് ഗോപി ചെയ്തത്. അതിനുശേഷം പുറത്തിറങ്ങിയ പല സിനിമകളും ബോക്സ് ഓഫീസിൽ ഫെയിലിയർ ആയിരുന്നു. 2007 ഏക കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ മൂവിയായിരുന്നു നാദിയ കൊല്ലപ്പെട്ട രാത്രി. 2008 2020 ഒരു പ്രധാനപ്പെട്ട റോളും ചെയ്തു. 2010 ജനകനിലെ വേഷം നല്ല അപ്രിസിയേഷൻസ് ആണ് നേടിക്കൊടുത്തത്. റേപ്പ് ചെയ്യപ്പെട്ട മകൾക്ക് വേണ്ടിയിട്ട് റിവഞ്ച് എടുക്കുന്ന അച്ഛന്റെ വേഷമാണ് ജനകനിൽ സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ടായിരുന്നത്. 2011 മൾട്ടി സ്റ്റാർ മൂവി ആയിട്ടുള്ള ക്രിസ്ത്യൻ ബ്രദേഴ്സിലും അഭിനയിച്ചു. 2014 സലാം കാശ്മീരിലെ എവർഗ്രീൻ ട്രോൾ റോളിന്റെ ഭാഗമാവാൻ അദ്ദേഹത്തിന് അവസരം കിട്ടി. 2015 വിക്രം ശങ്കർ ബ്രഹ്മാണ്ഡ തമിഴ് സിനിമയായിട്ടുള്ള അയ്യിലെ വില്ലൻ വേഷവും വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ള റോളായിരുന്നു. മൈ ഗോഡ് എന്ന സിനിമയ്ക്ക് ശേഷം 5 വർഷത്തെ ഇടവേള അഭിനയത്തിൽ സുരേഷ് ഗോപി എടുത്തു. അതിനുശേഷം 2020 വരനെ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് തിരിച്ചു വന്നു. ആ സിനിമയും അതിലെ വേഷവും സക്സസ്ഫുൾ ആയിരുന്നു. 2022 ജോഷിയുമായി ഒന്നിച്ച പാപ്പൻ എന്ന സിനിമ ചെയ്തു. 2023 ചെയ്ത ഗരുഡനും അത്യാവശ്യം കൊമേഴ്ഷ്യലി സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാറി. ഇനി സുരേഷ് ഗോപിയുടെ റിലീസ് ചെയ്യാൻ പോകുന്ന സിനിമകൾ രഞ്ജി പണിക്കരുടെ മകനായിട്ടുള്ള നിതിൻ രഞ്ജി പണിക്കർ ഡയറക്ട് ചെയ്യുന്ന കാവൽ എന്ന് പറയുന്ന സിനിമയും കടുവാക്കുന്നേൽ കുറുവച്ചനായിട്ട് എത്തുന്ന ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന സിനിമയുമാണ്. ഇതിനിടയിൽ 2025 ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയും പുറത്തിറങ്ങി. സിനിമയിലെ മാസ് ആക്ഷൻ കഥാപാത്രമായിട്ട് അഭിനയിച്ച് തൊട്ടാൽ പൊള്ളുന്ന പഞ്ച് ഡയലോഗ്സും പറഞ്ഞ് മാസായി സ്ലോ മോഷനിൽ നടന്നു വരുന്ന സുരേഷ് ഗോപി കഥാപാത്രങ്ങളെക്കാൾ കൂടുതൽ സാധാരണ മലയാളി പ്രേക്ഷകർക്കിടയിലോട്ട് സുരേഷ് ഗോപി എന്ന് പറയുന്ന നല്ലൊരു വ്യക്തിയായിട്ട് മാറാൻ ഇടയാക്കിയ TV റിയാലിറ്റി ഷോ ആയിരുന്നു നിങ്ങൾക്കുമാകാം കോടീശ്വരൻ. അന്ന് ആ ഷോ കാണാത്ത മലയാളികൾ ഉണ്ടാകില്ലായിരുന്നു. അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു കോടീശ്വരൻ എന്ന് പറയുന്നത്. കോടീശ്വരൻ എന്ന് പറയുന്ന ഷോയുടെ എല്ലാ സീസണിലും ഹോസ്റ്റ് ആയിട്ടുള്ള സുരേഷ് ഗോപിക്ക് എല്ലാ മലയാളികൾക്കിടയിലും നല്ല സ്വീകാര്യതയും ലഭിച്ചിരുന്നു. ആ ഷോയിലൂടെ അദ്ദേഹം പല ആളുകൾക്കും പല സഹായങ്ങളും ചെയ്തു. ഇത് സുരേഷ് ഗോപിയുടെ പ്രേക്ഷക പിന്തുണ നല്ല രീതിയിൽ തന്നെ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതിലെ പല ഡയലോഗുകളും പുള്ളിയുടെ പഴയ സൂപ്പർ സ്റ്റാർ കാലഘട്ടത്തിലെ സിനിമ ഡയലോഗുകളോളം തന്നെ പോപ്പുലർ ആവുകയും ചെയ്തു. സുരേഷ് ഗോപിക്ക് അത്രയും കാലം ഉണ്ടായിരുന്ന ഒരു ആരാധക പിന്തുണയും ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാം പതിയെ പതിയെ കുറയുന്നത് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുകയും അതിനുശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള പല നിലപാടുകളും പറഞ്ഞ ചില പരാമർശങ്ങളും ഒക്കെ കൊണ്ടാണ്. ചെറുപ്പം മുതലേ വളരെ വ്യക്തമായിട്ടുള്ള രാഷ്ട്രീയ നിലപാടുകൾ ഉള്ള ഒരു വ്യക്തിയായിരുന്നു സുരേഷ് ഗോപി. കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ തന്നെ പല പ്രമുഖ കേരള രാഷ്ട്രീയ നേതാക്കന്മാരുമായിട്ടും അദ്ദേഹത്തിന് അടുത്ത ബന്ധം തന്നെ ഉണ്ടായിരുന്നു. 2016 ഏപ്രിൽ 29 ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 80 വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യയിലെ പ്രമുഖ പൗരനായിട്ടുള്ള സുരേഷ് ഗോപിയെ ഇന്ത്യൻ പ്രസിഡന്റ് രാജ്യസഭ MP ആയിട്ട് നോമിനേറ്റ് ചെയ്യുകയും സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്യുന്നു. 2016 മെയ്യിൽ മിനിസ്റ്ററി ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലും കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ഫോർ മിനിസ്റ്ററി ഓഫ് സിവിൽ ഏവിയേഷനിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറായ സുരേഷ് ഗോപി 2019 മുതൽ 2022 വരെ മിനിസ്റ്ററി ഓഫ് ട്രൈബൽ അഫയേഴ്സിലും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിലും മെമ്പറായിരിക്കുകയും ചെയ്തു. 2016 സുരേഷ് ഗോപി BJPയിൽ ചേരുന്നത്. 2019 ഇന്ത്യൻ ജനറൽ ഇലക്ഷനിൽ തൃശൂരിൽ മത്സരിച്ച സുരേഷ് ഗോപി പരാജയപ്പെട്ടു. 2,93,822 വോട്ടുകളാണ് അന്ന് ലഭിച്ചത്. അന്ന് മുൻ BJP സ്ഥാനാർത്ഥിയേക്കാൾ ഇരട്ടി വോട്ടുകളായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും തൃശൂരിൽ നിന്ന് മത്സരിച്ച സുരേഷ് ഗോപി വീണ്ടും പരാജയപ്പെട്ടു. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 74,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ BJP ലോക്സഭാ MP ആയിട്ട് തൃശൂരിൽ നിന്നും സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടു. 2024 ജൂണിൽ 3ാം മോദി മന്ത്രിസഭയിൽ പെട്രോളിയം പ്രകൃതിവാതക സഹമന്ത്രിയായും ടൂറിസം സഹമന്ത്രിയായും സുരേഷ് ഗോപി നിയമിതനായി. സുരേഷ് ഗോപിയുടെ പഴയ പല ഇന്റർവ്യൂസും എടുത്തു നോക്കിയാൽ വളരെ സൗമ്യനായി എന്നാൽ പല ചോദ്യങ്ങൾക്കും കുറിക്കൊള്ളേണ്ട മറുപടികൾ നൽകി
വളരെ ഇന്റലക്ച്വലായും ലോജിക്കലായും സംസാരിക്കുന്ന ഒരാളെ കാണാൻ സാധിക്കും. എന്നാൽ എപ്പോൾ തൊട്ടാണോ പുള്ളി പൊളിറ്റിക്സിലോട്ട് ഇറങ്ങുന്നത്, പൊതുമധ്യത്തിൽ വന്ന് നിലപാടുകൾ പറയുന്നത്, അന്ന് തൊട്ട് അദ്ദേഹത്തിന്റെ പല പരാമർശങ്ങളോടും ഒട്ടും യോജിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല പലർക്കും. പ്രത്യേകിച്ച് അടുത്ത ജന്മത്തിലെങ്കിലും ഒരു ബ്രാഹ്മണനായി ജനിക്കണം എന്നുള്ള ഒരു പരാമർശവും നിവേദനവും പരാതികളും ഒക്കെ ആയിട്ട് വരുന്ന ആളുകളെ വെറും പ്രജകളായി മാത്രം കാണുന്ന ഒരു രാജഭരണ മനോഭാവവും മാധ്യമങ്ങളോടും മറ്റുമുള്ള പെരുമാറ്റവും എല്ലാം സുരേഷ് ഗോപി എന്ന് പറയുന്ന മനുഷ്യത്വമുള്ള ഒരു വ്യക്തിയിൽ നിന്നും വെറും ഒരു രാഷ്ട്രീയ നേതാവ് മാത്രമായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായിരിക്കും ഒരു കാലത്ത് സൂപ്പർ സ്റ്റാർ ആയിരുന്ന സുരേഷ് ഗോപിയുടെ രാഷ്ട്രീയ സിനിമ ഭാവി എന്നത് കണ്ടു തന്നെ അറിയണം.